നമ്പേഴ്സ് എന്ന 5ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്, അതായത് ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിൽ സാധാരണ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് a+ib എന്ന ഫോം. ഈ ഒരു ഫോമിനെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ. സ്റ്റാൻഡേർഡ് ഫോമാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ. സ്റ്റാൻഡേർഡ് ഫോം എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഐ എന്ന് പറയുന്നത് ഐ മീൻസ് അയോട്ട. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഐ ഈസ് ഈക്വൽ ടു √(-1). അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് I² വാല്യൂ -1 ആണ്. √(-1) ആണ് നമ്മൾ ഐ അല്ലെങ്കിൽ അയോട്ട എന്ന പേരിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ a+ib എന്നുള്ള ഫോമിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ വി ഡിനോട്ട് ഇറ്റ് യൂഷ്വലി ബൈ എ ലെറ്റർ സെഡ്. സെഡ് ആണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ. അപ്പോൾ ഇവിടെ a+ib എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഭാഗം നമ്മളതിൻ്റെ റിയൽ പാർട്ടായിട്ടും ബി എന്നുള്ള പറയുന്ന ഭാഗം ഇമാജിനറി പാർട്ടായിട്ടും പറയും. അതായത് എ എന്ന് പറയുന്ന ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ റിയൽ പാർട്ടാണ്. റിയൽ പാർട്ട് എന്ന് പറയും, റിയൽ പാർട്ട് ഓഫ് സെഡ്. ദെൻ ബി ഈസ് കോൾഡ് വാട്ട്? ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ സെഡ്. ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ട്. അപ്പോൾ പ്രിലിമിനറി ആയിട്ട് നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് ആദ്യമായിട്ട് പരിചയപ്പെടേണ്ടത്. അപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കോംപ്ലക്സ് നമ്പറിനെ ജനറലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു a+ib ആണ്. എ ഈസ് ദി റിയൽ പാർട്ട് ആൻഡ് ബി ഈസ് ദി ഇമാജിനറി പാർട്ട് ആൻഡ് ഐ ഈസ് ഡിഫൈൻഡ് ആസ് √(-1) ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് അയോട്ട. ഐ എന്നുള്ള ലെറ്ററിനെ നമ്മൾ അയോട്ട എന്ന് പറയും. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് നമുക്ക് കുറേ പുതിയ പുതിയ കാര്യങ്ങൾ ഈ കോംപ്ലക്സ് നമ്പറിൽ റെപ്രസെൻ്റ് ചെയ്യാനുണ്ട്. അതിലാദ്യമായിട്ടുള്ളത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എങ്ങനെയാണ്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഡിനോട്ടഡ് ബൈ മോഡ് സെറ്റ്. ഇറ്റ് ഈസ് ഈക്വൽ ടു √(a² + b². ഈ പോസിറ്റീവ് വാല്യൂവിനെയാണ് നമ്മൾ മോഡുലസ് ആയിട്ട് പറയുന്നത്, മോഡുലസ് ഓഫ് സെഡ് ആയിട്ട് പറയുന്നത്. അതുപോലെ കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. കോഞ്ചുഗേറ്റ് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ z⁻ എന്നാണ്. z⁻ is equal to, if z equal to a+ib is any complex number, we denote its conjugate as a-ib ആയിരിക്കും കോഞ്ചുഗേറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഒരു മോഡുലസും കോഞ്ചുഗേറ്റും ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം, അതിൻ്റെ മോഡുലസ്, അതിൻ്റെ കോഞ്ചുഗേറ്റ്, ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി രണ്ട് കോംപ്ലക്സ് നമ്പർ നമ്മളെങ്ങനെ ആഡ് ചെയ്യും, അതിലുള്ള ഓപ്പറേഷൻസാണ് ഈ പറയുന്നത്. ഓപ്പറേഷൻസ് ഓൺ ദി കോംപ്ലക്സ് നമ്പർ, ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് അഡീഷനാണ്. അഡീഷൻ പറയുമ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു, z1 + z2. അതിൽ z1 എന്ന് പറയുന്നത് a+ib ആണെന്ന് വിചാരിക്കുക. z2 എന്ന് പറയുന്നത് c+id ആണെന്ന് കരുതുക. അപ്പോൾ z1 + z2 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ടും ആഡ് ചെയ്ത് നമ്മുടെ സമ്മിൻ്റെ റിയൽ പാർട്ടായിട്ട് എഴുതുന്നു. അതുപോലെ ഇമാജിനറി പാർട്ട് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇമാജിനറി പാർട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ z1 + z2 വളരെ ഈസി ആയിട്ട് ആഡ് ചെയ്യാം. a+c ആണ് റിയൽ പാർട്ട്, b+d ആണ് അതിൻ്റെ ഇമാജിനറി പാർട്ട്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, രണ്ട് കോംപ്ലക്സ് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ എടുത്ത കോംപ്ലക്സ് നമ്പർ നമുക്ക് എടുക്കാം. a+ib ആണ് ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ നമ്മളെടുത്തത് c+id ആയിരുന്നു. ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a+ib ഇൻറ്റു c+id. നിങ്ങൾക്ക് സാധാരണ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. നമുക്കത് ac + iad + ibc + i² bd. i² നെഗറ്റീവാണ് നമുക്കറിയാം. ദഫോ ac - bd നമുക്കതിൻ്റെ റിയൽ പാർട്ടായിട്ട് എടുക്കാം. i ഇൻറ്റു ad + bc. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല
ഓർത്ത് വെച്ചിട്ട് ഡയറക്റ്റ് ആൻസറിലേക്ക് പ്രോഡക്റ്റിലേക്ക് വരാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ആൻസറിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇതുപോലെ നിങ്ങൾക്ക് ഓർത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഒരു കോംപ്ലക്സ് നമ്പറിനെ മറ്റൊരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് Z1 ബൈ Z2 ആണെങ്കിൽ A+IB ഡിവൈഡഡ് ബൈ C+ID എന്നുള്ള ഫോമിലേക്കാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. അതെങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ കാണാം. സപ്പോസ് Z1 ഈസ് ഈക്വൽ ടു 2 + I ആൻഡ് Z2 ഈസ് ഈക്വൽ ടു 3 + 2I. നമുക്കിതിനെ Z1 ബൈ Z2ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. അതായത് 2 + Iയെ 3 + 2I കൊണ്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ 2 + 3 + 2I ആണ്. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 3 + 2Iയുടെ കോഞ്ചുഗേറ്റ് 3 - 2I ആണ്. അപ്പോൾ 3 - 2I കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 - 2I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത്, റിമൂവിങ് ദി ബ്രാക്കറ്റ് വി ഗെറ്റ് 2 × 3 = 6. Therefore 6 minus 2 × 2 4 minus 4I plus 3 × I 3I minus 2 × 2I, that is 2I square divided by A plus B into A minus B ഫോമിലാണ് ഡിനോമിനേറ്റർ ഉള്ളത്. Therefore 3 + 2I into 3 - 2I is 3 square minus 2I all square. That is equal to 6 minus 4I plus 3I is minus I. Therefore 6 minus I minus 2 into minus 1, that is plus 2, divided by 3 square is 9, 2I square is minus 4, therefore minus of minus 4 plus 4. That is equal to 8 minus I divided by 13. That is equal to 8 by 13 minus I by 13. അപ്പോൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യാം. അതായത് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്യുക, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കാം, ആവശ്യമുള്ള സ്ഥലത്ത് ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോം 8 by 13 minus I by 13 എന്നാണ്. ഡിസ്കസ് ചെയ്യുന്നത് ഐയുടെ പവേഴ്സാണ്. അതായത് ഐയുടെ സ്ക്വയർ നമുക്കറിയാം -1 ആണ് അല്ലേ. I³ എന്ന് പറയുമ്പോൾ -I ആയിരിക്കും. അതുപോലെ I⁴ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് 1 ആണ്, പോസിറ്റീവ് 1 ആണ്. അപ്പോൾ ഐയുടെ പവേഴ്സിന് നമ്മളൊരു പ്രത്യേക ജനറലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് I⁴k 4ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസ് പവേഴ്സ് വരുമ്പോഴും ഇതിൻ്റെ വാല്യൂ 1 ആണ്. അതുപോലെ I⁴k + 1 എന്താണ്, I ആണ്. I⁴k + 2 വരുമ്പോൾ -1 വരും. I⁴k + 3 വരുമ്പോൾ എന്തായിരിക്കും, -I ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. I⁻20 എന്ന് വന്നാൽ നമുക്ക് ആൻസർ ഉടനെ എഴുതാം 1 ആണ്. അതുപോലെ I⁻201 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ എഴുതാം 200 is a multiple of 4 അല്ലേ, 4k + 1. അപ്പോൾ ഇവിടെ വരുന്നത് I ആയിരിക്കും. ഇനി I⁻202 വരുമ്പോൾ നമുക്ക് ഉടനെ എഴുതാം -1 ആയിരിക്കും. അതുപോലെ I⁻1003 വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇറ്റ് ഈസ് -I. അതായത് 1000 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അതിനോട് 3 ആഡ് ചെയ്തു, അപ്പോൾ 4k + 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമ്മൾ ഈ കാര്യം ഓർത്ത് വെക്കുക. 4k + 3 ആകുമ്പോൾ -I ആണ്. അപ്പോൾ ഇതിൽ ഐയുടെ പവേഴ്സിൽ നമ്മൾ പ്രധാനമായി ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് പവർ വരുമ്പോൾ I⁻35 ആണെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും.
ഐ റേസ് ടു -35ൻ്റെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ എഴുതാം. അതായത് -36 എഴുതാം നമുക്ക്. അതിനോട് 1 ആഡ് ചെയ്താൽ നമുക്ക് ഏത് കിട്ടും? -35 കിട്ടും. Therefore it is the value I raised to 4k plus 1 that is equal to I എന്ന് ഉടനെ എഴുതാം. അപ്പോൾ ഐയുടെ നെഗറ്റീവ് പവേഴ്സ് വരുമ്പോഴും നമുക്ക് ഈ റൂള് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഐയുടെ പവേഴ്സ് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് ലൈക്ക് I raised to 20 പ്ലസ് I raised to 21 പ്ലസ് I raised to 22 പ്ലസ് I raised to 23 കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് പവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ സം എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഒന്ന് ഇവിടെ ആദ്യത്തേത് 1 ആണെങ്കിൽ രണ്ടാമത്തത് ഐ ആണ്, ഇത് -1 ആണ്, -i ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഐയുടെ പവേഴ്സിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കതിനകത്ത് ഉള്ളത്. ഫോക്കസ് ഏരിയ കവർ ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും ഈ പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ഇതിനകത്ത് ആൻസർ ചെയ്യാം. ഇനി കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ ദി സ്റ്റാൻഡേർഡ് ഫോം. ഒരു 4 ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ I raised to 9 പ്ലസ് I raised to 19. അപ്പോഴൊരു കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ അതിനെ ഏത് ഫോമിലേക്ക് എഴുതണം? നമുക്ക് A പ്ലസ് IB എന്നുള്ള ഫോമിലേക്ക് അതിനെ എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ I raised to 9 പ്ലസ് I raised to 19 ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഐയുടെ പവേഴ്സ് അല്ലേ. 4k പ്ലസ് 1 ആണെങ്കിൽ അത് ഐ ആണ്. Therefore we can write I raised to 9. I raised to 9 is I raised to 8 plus 1. That is 4k plus 1. Therefore it is equal to I. Therefore we can write I raised to 9 plus I raised to 19 equal to I raised to 9 പകരം നമുക്ക് I എന്ന് കൊടുക്കാം. Similarly I raised to 19 is I raised to 16 plus 3. Therefore it is 4k plus 3. I raised to 4k plus 3. It is equal to negative I. And the sum is 0. I plus negative I is equal to 0. And we can write 0 as 0 plus 0i. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്ന് പറയുമ്പോൾ A പ്ലസ് IB ഫോമിലേക്ക് നമ്മൾ എഴുതണം. റിയൽ പാർട്ടും 0 ആണ്, ഇമാജിനറി പാർട്ട് 0 ആണ്. അപ്പോൾ 0 പ്ലസ് 0i എന്ന് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മൈനസ് I ഓൾ സ്ക്വയർ. അതെങ്ങനെ നമ്മൾ എഴുതും? 1 മൈനസ് I ഓൾ സ്ക്വയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 മൈനസ് I ഓൾ സ്ക്വയർ. ഇവിടെ നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. അതായത് Z1 മൈനസ് Z2 ഓൾ സ്ക്വയർ അല്ലെങ്കിൽ A മൈനസ് B ഓൾ സ്ക്വയർ. A മൈനസ് B ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പരിചിതമായ ലെറ്റേഴ്സാണ്. നമുക്ക് A മൈനസ് B ഓൾ സ്ക്വയർ ഉപയോഗിക്കാം. A മൈനസ് B ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ. ഇതേ ഫോർമുല നമുക്കിവിടെ കോംപ്ലക്സ് നമ്പറിൽ കൊടുക്കാം. 1 മൈനസ് I ഓൾ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ മൈനസ് 2I പ്ലസ് I സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2I മൈനസ് 1 അല്ലേ. I സ്ക്വയർ ഈക്വൽ ടു -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ഗെറ്റ് ക്യാൻസൽഡ്, 0 മൈനസ് 2I. Therefore it is in standard form 0 minus 2I. Real part is 0, imaginary part is -2. അപ്പോൾ ഇങ്ങനെ നമുക്ക് A പ്ലസ് IB എന്നുള്ള ഫോമിലേക്ക് മാറ്റാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 പ്ലസ് I ബൈ 2 പ്ലസ് 3I. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇത് ഡിവിഷൻ ഫോമാണ് അല്ലേ. Z1 ബൈ Z2 ഫോമിലാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. 5 പ്ലസ് I. തേർഡ് ക്വസ്റ്റ്യൻ 5 പ്ലസ് I ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3I ആണ്. എന്താണ് നമ്മൾ തീരുമാനിച്ചത്? കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതപ്പോൾ 5 പ്ലസ് I ബൈ 2 പ്ലസ് 3I ഇൻറ്റു കോഞ്ചുഗേറ്റ് ഓഫ് ദി ഡിനോമിനേറ്റർ 2 മൈനസ് 3I. Again 2 minus 3I in the denominator also. 2 minus 3I. Multiply ചെയ്യുന്നു. That is equal to 10 minus 15I
plus 2i minus 3i square divided by a plus b into a minus b become 2 square minus 3i whole square. That is equal to, ഇവിടെ 10ഉം -1 into -3 എന്താവും +3 ആവും. 10 + 3 13 എന്ന് എഴുതാം റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് വരുന്നത് -15 + 2 that is -13i divided by 4 + 9 അല്ലേ. 4 + 9 എന്ന് പറയുമ്പം 13 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 13/13 minus 13/13i. It is equal to 1 minus i. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറി a plus ib ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് ചെയ്യാം. ഇനി അതിലെ നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 1 + 2i into 3 minus i. 1 + 2i into 3 minus i. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 + 2i into 3 minus i. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 3 minus i plus 6i minus 2i square. That is equal to 3 plus 2 that is 5i plus 6i minus 1 that is 5i. Therefore the answer is 5 plus 5i എന്ന് വരും. അപ്പോൾ അതും നമ്മൾ ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ് ഈ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 + 4. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഒരു പുതിയ ചോദ്യമായിട്ട് തോന്നുന്നില്ല വിധത്തിലാണ് ഈ ചോദ്യം ഉള്ളത്. 3 + 4iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ദാറ്റ് ഈസ് 1/3 + 4i ആണ്. നമുക്കറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് z ഈക്വൽ ടു 3 + 4i ആണെങ്കിൽ 1/z ആണ് ഉദ്ദേശിക്കുന്നത്. z ഇൻവേഴ്സ് ഈക്വൽ ടു 1/3 + 4i. ഇറ്റ് ഈസ് ആക്ച്വലി z ബാർ ബൈ mod z സ്ക്വയർ. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. 3 - 4i by mod z സ്ക്വയർ ദാറ്റ് ഈസ് 3 square plus a square plus b square that is 4 square. That is equal to 3 - 4i divided by 9 plus 60. That is equal to 3/25 minus 4/25i. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 + 4i. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മോഡുലസുമായിട്ട് സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, മോഡുലസ് ഉൾപ്പെടുന്ന ചോദ്യങ്ങൾ. അതിലൊന്ന് നമുക്ക് നോക്കാം. ഇഫ് x + iy ഈക്വൽ ടു a + ib by a minus ib, പ്രൂവ് ദാറ്റ് x² + y² ഈക്വൽ ടു 1. നമുക്കറിയാം x + iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ √(x² + y² ആണെന്നറിയാം. അപ്പോൾ അതുമായിട്ട് സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അതായത് x + iy ഈക്വൽ ടു a + ib ഡിവൈഡഡ് ബൈ a minus ib. ഇവിടെ നമുക്ക് മോഡുലസ് എടുക്കാം. മോഡുലസ് ഓഫ് x + iy എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് a + ib ഡിവൈഡഡ് ബൈ a minus ib ആണ്. ഇനി മോഡുലസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു കോഷ്യൻറ്റിൻ്റെ മോഡുലസ്, ഒരു കോഷ്യൻറ്റ് z1/z2ൻ്റെ മോഡുലസ് എടുക്കാൻ നമുക്ക് ന്യൂമറേറ്ററിൻ്റെ മോഡുലസ് ബൈ ഡിനോമിനേറ്ററിൻ്റെ മോഡുലസ് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് a + ib ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് a minus ib എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് a + ib ഈസ് √(a² + b²). ഇനി മോഡുലസ് ഓഫ് a minus ib അത് തന്നെയാണ്, √(a² + -bയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ b² തന്നെയാണ്. അപ്പോൾ ഇത് ക്യാൻസലായിട്ട് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതായത് നമുക്കിവിടെ കിട്ടിയത് മോഡുലസ് ഓഫ് x + iy ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന ആൻസറിലേക്ക് വരാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കിട്ടിയത് മോഡുലസ് ഓഫ് x + iy ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മോഡുലസിൻ്റെ ഫോർമുല കൊടുക്കുകയാണെങ്കിൽ √(x² + y² എന്ത് കിട്ടും? 1 കിട്ടും. ദെൻ യു സ്ക്വയർ ദി ഇക്വേഷൻ.
ഓൺ ബോത്ത് സൈഡ്സ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു, റൂട്ട് മാറി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും, 1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ നമ്മൾ റിക്വയർഡ് ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് മോഡിൽ സപ്ലൈ ചെയ്യുന്ന ചോദ്യങ്ങളാണ് പിന്നീട് വരാനുള്ള സാധ്യത, ഫോക്കസ് ഏരിയയിൽ വരാനുള്ള സാധ്യത. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ഏരിയയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന +1 എക്സാമിനേഷന് കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നുള്ള ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ആൻസർ എഴുതാൻ സാധിക്കും എന്നുറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിലെ ഒരു ഫോക്കസ് ഏരിയ ഭാഗമായിട്ട് കാണാം.